ആലപ്പുഴയിൽ വിദ്യാർത്ഥിക്ക് വെടിയുണ്ട കളഞ്ഞു കിട്ടിയതിൽ പോലീസ് അന്വേഷണം. കാർത്തികപ്പള്ളിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് വടിയിൽ നിന്ന് വെടിയുണ്ട കിട്ടിയത്. വിദ്യാർത്ഥിയും രക്ഷിതാവും പോലീസിൽ വെടിയുണ്ടകൾ ഹാജരാക്കി. കൈത്തോക്കിന്റെ ഉണ്ടയാണെന്ന് സംശയമുണ്ട്. വെടിയുണ്ട വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ആദ്യഘട്ടത്തിലൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അതായത് ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്നും വെടിയുണ്ട കണ്ടെടുക്കുന്നു, പക്ഷെ എന്നായിരുന്നു വാർത്ത വന്നത്. പക്ഷെ അതിനുശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ വെടിയുണ്ട രക്ഷിതാവും വിദ്യാർത്ഥിയും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ടോമെ, കഴിഞ്ഞ 29-നാണ് കരിയിലക്കുളങ്ങരയിലെ സ്കൂളിൽ നിന്നും ഇത്തരത്തിൽ വെടിയുണ്ട ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. കുട്ടി ലഹരി ഉപയോഗത്തെ തുടർന്ന് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനകൾ സ്കൂളിൽ സാധാരണഗതിയിൽ നടക്കാറുള്ള ബാഗ് പരിശോധനയ്ക്കിടയിലാണ് അധ്യാപകരുടെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ഇത്തരത്തിൽ 2 വെടിയുണ്ടകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. തുടർന്ന് രക്ഷകർത്താക്കളെ വിളിപ്പിച്ച് അധ്യാപകർ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞത് താൻ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇത് കിട്ടി, അവിടെ മണ്ണിൽ നിന്ന് ഇത് ലഭ്യമായി എന്നുള്ള വിവരമാണ് കുട്ടി പങ്കുവച്ചത്. തുടർന്ന് സ്കൂൾ അധികൃതരുടെ കൂടെ നിർദ്ദേശാനുസരണം കരിയിലക്കുളങ്ങര പോലീസിനെ ഈ കുട്ടിയും രക്ഷകർത്താവും ചേർന്ന് ആ പോലീസ് സ്റ്റേഷനിലെത്തി ഈ വെടിയുണ്ടകൾ കൈമാറുകയായിരുന്നു. ഇതിപ്പോ വിദഗ്ധ പരിശോധനക്കായി അയക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇത് എങ്ങനെ അവിടെ എത്തി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തേടുന്നുണ്ട്. മിലിറ്ററി ഇന്റലിജൻസ് അടക്കം ഈ വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ കുട്ടിക്ക് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഇതിന്റെ വിദഗ്ധമായ പരിശോധനകൾ ആവശ്യമുണ്ട്. ഏത് തോക്കിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള, അതായത് കൈത്തോക്കിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വെടിയുണ്ടകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിന് ഒരു എക്സ്പെർട്ടിന്റെ ഒപ്പീനിയൻ ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇതെങ്ങനെ അവിടെ ഉണ്ടായി, അവിടെ എത്തി, ഈ കാർത്തികപ്പള്ളിയിൽ ഇതെങ്ങനെ എത്തി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും കുട്ടിയുടെ ബാഗിൽ നിന്നാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. കുട്ടികൾ പറഞ്ഞത് തീർച്ചയായും ശരണ്യ സൂചിപ്പിച്ചതുപോലെ അതേക്കുറിച്ച് എന്തായാലും പരിശോധിക്കണം. എങ്ങനെയാണ് വെടിയുണ്ട അവിടെ എത്തിയത്? ഈ കുട്ടിയുടെ ബാഗിൽ നിന്നാണ് അധ്യാപകരാണ് ഇത് കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊരു ഗൗരവം ഒരുപക്ഷെ ഒരു 13-14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം ബാഗിൽ അത് സൂക്ഷിച്ചത്. പക്ഷേ പിന്നീട് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ രക്ഷിതാവും മൊത്ത് ഈ വിദ്യാർത്ഥി 8ാം ക്ലാസ്സുകാരൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്? ഇത് അധ്യാപകർ ഈ വെടിയുണ്ട കണ്ടെത്തിയതോടെയാണ് ഇതിന്റെ വിഷയത്തിന്റെ ഒരു ഗൗരവത്തിലേക്ക് അവർ എത്തുന്നത്. കാരണം ഈ കുട്ടികളുടെ ബാഗുകൾ സാധാരണഗതിയിൽ സ്കൂളുകൾ അത്തരത്തിലുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്, 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായും ഇടയ്ക്കിടയ്ക്ക് ബാഗൊക്കെ അധ്യാപകർ പരിശോധിക്കാറുണ്ട്. റാൻഡം ചെക്കിങ്ങിന്റെ ഭാഗമായി ഈ നിലവിലത്തെ ലഹരി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ കുട്ടികളുടെ ബാഗുകൾ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായി നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ കുട്ടിയുടെ ബാഗിൽ നിന്ന് ഈ 2 വെടിയുണ്ടകൾ ലഭ്യമായിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഒരു ഗൗരവത്തെ സംബന്ധിച്ച് അവർക്കും, അതായത് ഈ വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ എന്നാലും വിദ്യാർത്ഥിക്കൊന്നും അതിന്റെ ഗൗരവത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഇത് ഗൗരവകരമാണ് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർക്കാണ് രക്ഷകർത്താവിനെ വിവരം അറിയിക്കുകയും രക്ഷകർത്താവുമായി ചേർന്നാണ് കുട്ടിയും രക്ഷകർത്താവും കൂടെ ചെന്നാണ് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇത് നൽകുകയും ചെയ്തിട്ടുള്ളത്. തുടർന്ന് പോലീസ് ഇതിനകത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റ് വിശദമായ വിവരങ്ങളില്ല. പക്ഷേ മിലിറ്ററി ഇന്റലിജൻസ് അടക്കം അത്തരത്തിലൊരു ഇത് എങ്ങനെ ഇതിവിടെ വന്നു എന്നുള്ളത്, ഏത് തോക്കിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ, ആ വെടിയുണ്ടയുടെ റിംഗ് ടൈപ്പിലുള്ള ഇതാണ് വെടിയുണ്ടകളാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ പിന്നാമ്പുറത്ത് നമ്പറുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് ഏത് തോക്കിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ ഉപയോഗിക്കുന്നതാണെന്ന് സംബന്ധിച്ച് വിദഗ്ധർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് കോടതിക്കൊരു റിപ്പോർട്ട് ലോക്കൽ പോലീസ് നൽകിയിട്ടുണ്ട്. ഇത് കിട്ടിയ പശ്ചാത്തലവും കാര്യങ്ങളും കാണിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷെ വിദഗ്ധമായ പരിശോധന ആവശ്യമുണ്ട്. കാരണം ഇത് എങ്ങനെ അവിടെ എത്തി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യം നിലനിൽക്കുന്നു. ആ ചോദ്യത്തിലേക്ക് നിലവിൽ ഉത്തരം കണ്ടെത്താനായി പോലീസ് കഴിഞ്ഞിട്ടില്ല. അതാണ് ശരണി, അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം കാർത്തികപ്പള്ളിയിൽ ഇത്തരമൊരു വെടിയുണ്ട എങ്ങനെയാണ് അവിടെ വന്നത്, ഈ വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ലഭിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ അന്വേഷണം നടത്തണം. എത്രത്തോളം ഗൗരവത്തോടെയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്? പോലീസ് ഇത് ഇന്റലിജൻസ് വിഭാഗത്തെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
അത്തരത്തിൽ അതൊരു വളരെ ഗൗരവത്തോടു കൂടി തന്നെ അവർ ഇതിനെ നോക്കി കാണുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഈ ഇത്തരത്തിൽ 2 വെടിയുണ്ടകളുണ്ട്, 2ന്റെയും ചിത്രങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോ ഇത് ആ രീതി, പക്ഷേ നമ്മൾക്കത് അങ്ങനെ പറയുമ്പോൾ പോലും ഇതിൽ വളരെ ഗൗരവമുണ്ട്. കാരണം എങ്ങനെയാണ് ഈ വെടിയുണ്ടകൾ അവിടെ വന്നത്, അല്ലെങ്കിൽ അത് ആരുപയോഗിച്ചു, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. കൈത്തോക്കിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വെടിയുണ്ടകളാണെന്നാണ് പ്രാഥമികമായി പറയുന്നത്. അപ്പോ അത് സംബന്ധിച്ച് നമ്മൾ പോലീസ് വിവരം തേടുന്നുണ്ടെങ്കിൽ പോലും അത് അറിയിക്കേണ്ട മറ്റ് ഇന്റലിജൻസ് വിഭാഗങ്ങളെ കൂടി പോലീസ് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.